റബ്ബർ ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആൻഡ് ഇറ്റ്സ് കപ്പാസിറ്റൻസ്. അപ്പോൾ രണ്ട് കണ്ടക്ടറുകൾക്കിടയിൽ ഒരു ഡയലക്ട്രിക് വെച്ച് കഴിഞ്ഞാൽ അതിനെ, ആ സിസ്റ്റത്തിനെയാണ് കപ്പാസിറ്റർ എന്ന് വിളിക്കാമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വേറൊരു കാര്യം കൂടി കണ്ടു. പലതരം കപ്പാസിറ്ററുകൾ എനർജി സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന ഡിവൈസുകളാണെന്ന് കണ്ടു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സ്. എന്താണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സ് എന്ന് വെച്ചാൽ? ദ സിസ്റ്റം ഓഫ് ടു പാരലൽ പ്ലേറ്റ്സ് സെപ്പറേറ്റഡ് ബൈ എ വെരി സ്മോൾ ഡിസ്റ്റൻസ് ഇസ് കോൾഡ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അങ്ങനെയുള്ള ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ സൈഡിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഒരു ഡയഗ്രമാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ഇത് 3 ഡയമെൻഷനൽ ആണെങ്കിൽ ഏകദേശം ഇതാ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അതായത് ഒരു പ്ലേറ്റ് ഇങ്ങനെ, വേറൊരു പ്ലേറ്റ് ഇങ്ങനെ, കണ്ടോ? ഇതിൻ്റെ ഇടയിൽ ഒരു ഡിസ്റ്റൻസ് ഡി ഉണ്ട്. ഈ ഡയഗ്രത്തിലാണെങ്കിൽ ആ ഡിസ്റ്റൻസ് ഇതാണ്. അതുപോലെ ഈ കപ്പാസിറ്ററിൻ്റെ അല്ലെങ്കിൽ ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന് പുറമെ നിന്നും ഒരു പൊട്ടൻഷ്യൽ കൊടുക്കാൻ വേണ്ടിയിട്ട് 2 ലെഗ് കൊടുത്തിരിക്കുന്നു, ഇവിടെയും ഇവിടെയും. അത് ഈ കേസിലാണെങ്കിൽ 3 ഡയമെൻഷണൽ കേസിലാണെങ്കിൽ അത് ഇങ്ങനെയും ഇങ്ങനെയും നമുക്ക് പറയാം. ഓക്കെ, ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിലേക്ക് നമ്മൾ ഒരു ചാർജ് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഈ കപ്പാസിറ്റർ നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, പോസിറ്റീവ് ചാർജ്ഡായി ഒരു പ്ലേറ്റ്, മറ്റേ പ്ലേറ്റ് നെഗറ്റീവ്ലി ചാർജ്ഡായി. അപ്പം ഇവിടെ എത്രയാണോ ചാർജ് ഉള്ളത് അത്ര തന്നെ നെഗറ്റീവ് ചാർജ് അപ്പുറത്തെ പ്ലേറ്റിലും ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഈ 2 പ്ലേറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ആണെന്ന് കരുതുക. അതേപോലെ നമുക്കറിയാം പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുമല്ലോ. അപ്പോൾ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഇടയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് അത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. കാരണം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആണ് ഈ 2 പ്ലേറ്റിലുള്ളത്. അതുകൊണ്ട് പ്ലീസ് നോട്ട് ദ പോയിന്റ്, ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകൾക്കിടയിൽ എപ്പോഴും യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും ഡെവലപ്പ് ചെയ്യുക. നമുക്കറിയാമല്ലോ എന്താണ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള നമുക്ക് കപ്പാസിറ്റൻസിന് ഒരു ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. അത് Q/V ആണ്. എന്നാൽ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് നമ്മൾ കാണുമ്പോൾ ആ ഫൈനൽ റിസൾട്ടിൽ നമ്മൾ എന്തൊക്കെ ഉണ്ടായിരിക്കണം? ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് സൈസും ഷേപ്പും, അതുപോലെ 2 പ്ലേറ്റുകൾക്കിടയിലുള്ള സെപ്പറേഷൻ, അതുപോലെ 2 പ്ലേറ്റുകൾക്കിടയിലുള്ള മീഡിയം, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. എന്നാൽ ഇവിടെ നോക്കൂ, ക്യൂയും വിയും, ഈ റേഷ്യോ കപ്പാസിറ്റൻസ് C=Q/V ആണ്. പക്ഷേ ക്യൂവും വിയും കപ്പാസിറ്റൻസിനെ എന്ത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കപ്പാസിറ്റൻസ് ക്യൂവിനെയും വിയെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി നമ്മൾക്ക് ഇവിടെ ക്യൂവിനും വിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിനായി നോക്കൂ, 2 പ്ലേറ്റ്സ് ആണുള്ളത്. പ്ലേറ്റ് ഏരിയ എ ആണ്. അപ്പോൾ ഇവിടെയുള്ള ഏരിയയിൽ ഇത്ര ചാർജ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ = എന്ത് എഴുതാം? ഇതിലേക്ക് വന്നിരിക്കുന്ന ചാർജ് അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലുള്ള ചാർജ്, അത് പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും നമ്മൾ മാഗ്നിറ്റ്യൂഡാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. സിഗ്മ = Q/A. ഇവിടെ എ എന്ന് വെച്ചാൽ എന്താണ്? കപ്പാസിറ്റർ പ്ലേറ്റിൻ്റെ ഏരിയ ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് Q? Q = A പ്രത്യേകം ഉണ്ടായാൽ പോരെ, സിഗ്മ × A. നമുക്ക് ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതേപോലെ നമുക്ക് വേറെ വിക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. ഒന്നാമത്തെ ചാപ്റ്ററിൽ
നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന്. രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അതാണ് നമ്മൾ ഈ ചാപ്റ്റർ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് നമുക്ക് കിട്ടി. ഇനി വി എങ്ങനെ കിട്ടാം? വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ? ഒന്ന് ഗസ് ചെയ്യാമോ? ഇലക്ട്രിക് ഫീൽഡും അതുപോലെ തന്നെ പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. E is equal to minus dv by dx. മാഗ്നിറ്റ്യൂഡാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് E is equal to dv by dx എന്ന് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് E is equal to സ്മോൾ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ബൈ സ്മോൾ ചേഞ്ച് ഇൻ ലെങ്ത് എന്നുള്ളതിന് പകരം നമുക്ക് v by x എന്ന് എടുക്കാം. എന്നാൽ നോക്കൂ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള വി ആണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ നമ്മൾ എത്രയാ ഡിസ്റ്റൻസ് വെച്ചിരിക്കുന്നത്? എക്സ് അല്ല, അത് ഡി ആണ്. അതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷനെ മാറ്റി എഴുതാം. ഇ ഈസ് ഈക്വൽ ടു വി ബൈ ഡി. അങ്ങനെയാണെങ്കിൽ നമുക്ക് വി എങ്ങനെ കണ്ടുപിടിക്കാം? വി ഈസ് ഈക്വൽ ടു, നോക്കൂ, ഈ ഡി എ ഇങ്ങോട്ട് കൊണ്ടുപോവുക, അപ്പുറത്ത് ഓൾറെഡി ഇ ഉണ്ട്, ഇൻറ്റു ഡി. നോക്കൂ, നമുക്ക് ചാർജിനുള്ള ഒരു ഇക്വേഷൻ കിട്ടി. അതുപോലെ ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസും കിട്ടി. അത് രണ്ടും നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? നോക്കൂ, സി ഈസ് ഈക്വൽ ടു ക്യൂന് പകരം സിഗ്മ എ കൊടുത്തു ബൈ വിക്ക് പകരം നമ്മൾ ഇ ഇൻറ്റു ഡി കൊടുത്തു. ഇനി ഒറ്റ സ്റ്റെപ്പ് കൂടി ബാക്കിയുണ്ട്. ആ സ്റ്റെപ്പാണ് ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? റീപ്ലേസ് ചെയ്യുന്നു. ഒന്നാമത്തെ ചാപ്റ്ററിൽ ആപ്ലിക്കേഷൻസ് ഓഫ് ഗോസസ് ലോ പറഞ്ഞപ്പോൾ നമ്മൾ ഒരു ചാർജ്ഡ് ഷീറ്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടിട്ടുണ്ടായിരുന്നു. നോക്കൂ, ഇത് ഒരു ചാർജ്ഡ് ഷീറ്റാണ്, പാരലൽ പ്ലേറ്റ്സ് ആണ് അല്ലേ? അപ്പോൾ ഇതൊരു ചാർജ്ഡ് ഷീറ്റാണ്, അതുപോലെ ഇതും ഒരു ചാർജ്ഡ് ഷീറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? ഗോസസ് ലോന്റെ ആപ്ലിക്കേഷനിൽ ഒരു ഷീറ്റ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് നമുക്കറിയാം, അത് E is equal to സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആണ്. അപ്പം ഈ രണ്ട് പ്ലേറ്റിൻ്റെ ഇടയിൽ ഏതൊരു പോയിന്റ് ഞാൻ എടുത്താലും, നോക്കൂ, ഞാൻ ഇവിടെയുള്ള ഒരു പോയിന്റ് എടുക്കാം. ഈ പ്ലേറ്റ് ഇവിടെ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടായിരിക്കും. അതുപോലെ ഇത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്ലേറ്റ് ആണ്. ആ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള പ്ലേറ്റ് അതേ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡും ഈ ഡയറക്ഷനിലായിരിക്കും. കാരണം പോസിറ്റീവിൽ നിന്നും അവേ ആയിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ, നെഗറ്റീവിലേക്കായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ. അപ്പോൾ ഈ രണ്ട് വെക്ടർ സം എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഒരു ചാർജ്ഡ് ഷീറ്റ് ഉണ്ടാക്കിയ ഇലക്ട്രിക് ഫീൽഡ് പ്ലസ് നെഗറ്റീവ് ചാർജ് ഉണ്ടാക്കിയ ഇലക്ട്രിക് ഫീൽഡ്. ഇത് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഒരു പ്രോബ്ലവും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് അറിയാത്തവർ, കൺഫ്യൂഷൻ ആയവർ ഒന്നാമത്തെ ചാപ്റ്ററിലെ ഈ ചാർജ്ഡ് ഷീറ്റിൻ്റെ ഗോസസ് ലോവിൻ്റെ ആപ്ലിക്കേഷൻസ് അതിലൊന്നായ ചാർജ്ഡ് ഷീറ്റ് ഉണ്ടാക്കിയ ഇലക്ട്രിക് ഫീൽഡ് കണ്ടാൽ നിങ്ങളുടെ ആ ഡൗട്ട് എല്ലാം മാറും. ഓക്കെ, അപ്പോൾ ഈ ഷീറ്റ് ഇവിടെ ഉണ്ടാക്കിയ ഇലക്ട്രിക് ഫീൽഡ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആണ്. അതുപോലെ ഈ ഷീറ്റും ഇവിടെ ഉണ്ടാക്കിയ ഇലക്ട്രിക് ഫീൽഡ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 ആണ്. നെഗറ്റീവ് സൈൻ ഞാൻ എന്തുകൊണ്ടാണ് കൺസിഡർ ചെയ്യാത്തത്? ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. അതുകൊണ്ട് നമ്മൾ മാഗ്നിറ്റ്യൂഡുകൾ, നമുക്ക് രണ്ട് ആരോ മാർക്ക് ഒരേ ഡയറക്ഷനിൽ വന്നാൽ മാഗ്നിറ്റ്യൂഡുകൾ ആഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾക്ക് എന്താ കിട്ടുക ഇവിടെ? E is equal to സിഗ്മ ബൈ 2 എപ്സിലോൺ 0 പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കിയതാണ്, ഐ മീൻ പോസിറ്റീവ്ലി ചാർജ് ഷീറ്റ് ഉണ്ടാക്കിയ ഇലക്ട്രിക് ഫീൽഡ് പ്ലസ് നെഗറ്റീവ്ലി ചാർജ് ഉണ്ടാക്കിയ ഇലക്ട്രിക് ഫീൽഡും 2 സിഗ്മ ബൈ 2 എപ്സിലോൺ 0 തന്നെ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. സിഗ്മ ബൈ 2 എപ്സിലോൺ 0 പ്ലസ് സിഗ്മ ബൈ 2 എപ്സിലോൺ 0 എന്താണ്? സിഗ്മ ബൈ എപ്സിലോൺ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഡെറിവേഷൻ ഇവിടെ തീരാൻ പോകുന്നു. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദിസ് വാല്യൂ ഹിയർ നമുക്ക് കിട്ടും സി ഇസ് ഈക്വൽ ടു സിഗ്മ എ ബൈ, പറയൂ, സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡി. ഓക്കെ, എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? സിഗ്മയും ക്യാൻസൽ ചെയ്തു, എപ്സിലോൺ 0 മേലോട്ട് പോയി. സോ സി ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 എ ബൈ ഡി. ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അപ്പോൾ ഇവിടെയുള്ള ഈ 3 ലെറ്റേഴ്സും ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് എ കണ്ടക്ടർ അല്ലേ? കപ്പാസിറ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനൊക്കെയായിരുന്നു? സൈസ് ആൻഡ് ഷേപ്പ്. അതിവിടെ കാണിക്കുന്നത് ആരാ? ഏരിയ. അപ്പോൾ പ്ലേറ്റിൻ്റെ ഏരിയ കൂടുന്നതിനനുസരിച്ച് കപ്പാസിറ്റൻസ് കൂടും. നോട്ട് ദ പോയിന്റ്സ്. അതേപോലെ രണ്ട് കണ്ടക്ടറുകൾക്കിടയിലുള്ള
ഡിസ്റ്റൻസ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. കപ്പാസിറ്റൻസ് ഡിപ്പെൻസ് ഓൺ വേറൊരു ഫാക്ടർ എന്തായിരുന്നു? രണ്ട് പ്ലേറ്റുകൾക്കുള്ള ഡിസ്റ്റൻസ്, രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് കൂടിയാൽ കപ്പാസിറ്റൻസ് കുറയും, രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞാൽ കപ്പാസിറ്റൻസ് കൂടും. മൂന്നാമത്തെ ഫാക്ടർ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, എപ്സിലോൺ സീറോ. എന്താണ് എപ്സിലോൺ സീറോ? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. എന്ന് വെച്ചാൽ ഈ കപ്പാസിറ്റർ പ്ലേറ്റുകൾക്കിടയിൽ ഇപ്പോൾ എന്താണ്? ഫ്രീ സ്പേസ് ആണ്, വാക്വമാണ്, അല്ലെങ്കിൽ എയർ ആണ് ഉള്ളത് എന്നാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. തീർച്ചയായും മിടുക്കനായ അല്ലെങ്കിൽ മിടുക്കിയായ ഒരു കുട്ടിയുടെ മനസ്സിൽ എന്തായിരിക്കും ഒരു ഡൗട്ട് ഉണ്ടാവേണ്ടത്? ആ ഡൗട്ട്, ഇവിടെ എയറിന് പകരം ഒരു മീഡിയം വന്നാൽ എന്ത് സംഭവിക്കും സാർ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത നമ്മളുടെ പോയിന്റ് ആയിട്ട് നമുക്കത് എഴുതാം. അതായത് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകൾക്കിടയിൽ നമ്മൾ ഒരു ഡയലക്ട്രിക് സ്ലാബ് അല്ലെങ്കിൽ ഒരു ഡയലക്ട്രിക് മീഡിയം ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക നോക്കാം. നോക്കൂ, ഇവിടെ ഈ ഇക്വേഷൻ പുതിയ കപ്പാസിറ്റൻസ് സി ഡാഷ്, അതായത് ആദ്യം ഒരു എയർ ആണ്, രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ പാരലൽ പ്ലേറ്റുകൾക്കിടയിൽ എയർ ആയപ്പോൾ ഉള്ള കപ്പാസിറ്റൻസ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഈ രണ്ട് പാരലൽ പ്ലേറ്റുകൾക്കിടയിലുള്ള ഫുൾ സ്പേസും ഒരു ഡയലക്ട്രിക് സ്ലാബ് ഇൻസേർട്ട് ചെയ്യാൻ പോകണം. എന്ന് വെച്ചാൽ ഒരു മീഡിയം നമ്മൾ കൊണ്ടുവരാൻ പോകണേ. അപ്പോൾ ഈ ഇക്വേഷനിൽ വരുന്ന മാറ്റം ശ്രദ്ധിച്ചോളൂ. എപ്സിലോൺ സീറോയുടെ കൂടെ ഒരാളും കൂടി വരും, നിങ്ങൾക്ക് പരിചയമുള്ള ആൾ തന്നെയാണ്. ആരാണ്? എപ്സിലോൺ ആറിൻ്റെ പേരാണ് ഡയലക്ട്രിക് കോൺസ്റ്റന്റ്. ഇതിനെ നമുക്ക് കെ എന്നും ഡിനോട്ട് ചെയ്യാമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷനെ വേറെ രീതിയിലൂടെ എഴുതാം. എന്താണത്? സി ഡാഷ് ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ പുതിയ കപ്പാസിറ്റൻസ് ആഫ്റ്റർ ഇൻസേർട്ടിങ് എ ഡയലക്ട്രിക് സ്ലാബ് ബിറ്റ്വീൻ ദ പാരലൽ പ്ലേറ്റ്സ്, കംപ്ലീറ്റ്ലി ആണ് കേട്ടോ, ഫുള്ളായിട്ടും ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള സ്പേസിലേക്ക് ഫുള്ളായിട്ട് ഒരു ഡയലക്ട്രിക് സ്ലാബ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എപ്സിലോൺ സീറോ കെ എ ബൈ ഡി ആയിരിക്കും. ഓക്കെ, എന്താണ് കെ? എന്താണ്? ഡയലക്ട്രിക് കോൺസ്റ്റന്റ്. ഇവന്റെ മറ്റൊരു പേര് എപ്സിലോൺ ആർ, അതായത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് വേറെ രീതിയിലൂടെ എഴുതിക്കൂടെ? നോക്കൂ, എപ്സിലോൺ സീറോ എ ബൈ ഡി, എപ്സിലോൺ സീറോ എ ബൈ ഡിക്ക് പകരം നമുക്ക് പഴയ കപ്പാസിറ്റൻസ് കൊടുക്കാം. എന്ന് വെച്ചാൽ ഇത് ഈ ഡയലക്ട്രിക് സ്ലാബ് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കപ്പാസിറ്റൻസ് ഉണ്ടായിരുന്നു, അത് സി ആയിരുന്നു. അപ്പോൾ കപ്പാസിറ്റൻസ്, ഈ കപ്പാസിറ്റർ പ്ലേറ്റുകൾക്കിടയിൽ ഒരു ഡയലക്ട്രിക് സ്ലാബ് ഫുള്ളായിട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ കപ്പാസിറ്റൻസ് സി ഡാഷ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു സി എന്ന് കൊടുക്കാം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ്? ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ പാരലൽ പ്ലേറ്റുകൾക്കിടയിൽ ഫുള്ളായിട്ടും ഒരു ഡയലക്ട്രിക് സ്ലാബ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പഴയ കപ്പാസിറ്റൻസിൻ്റെ കെ ടൈംസ് ആയിരിക്കും പുതിയ കപ്പാസിറ്റൻസ്. ഈ ഒരു ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യുമ്പോൾ സാധാരണ എൻ്റെ സ്റ്റുഡൻസ് എന്നോട് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, സാറേ ശരിക്കും ഈ കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ ഇതേപോലെ പാരലൽ പ്ലേറ്റുകൾ, ഇങ്ങനെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഒരു ഡയലക്ട്രിക് സ്ലാബൊക്കെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടോ? ഇപ്പം നിങ്ങളുടെ മനസ്സിലും ആ ഡൗട്ട് ചിലപ്പോൾ ഉണ്ടാവും. എന്ത്? ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ തന്നെയാണോ? ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. ഒരു കപ്പാസിറ്റർ നമുക്ക് പൊളിച്ച് അതിനകത്ത് ഇതൊക്കെ തന്നെയാണോ, അല്ലെ ചുമ്മാ ഈ സാറ് നമ്മളെ പറ്റിക്കുകയാണോ എന്നൊക്കെ നോക്കിയാലോ. അപ്പോൾ എന്താണ് ഒരു കപ്പാസിറ്ററിൻ്റെ അകത്ത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ അതിന് കുറച്ച് ടൂൾസൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരുപാട് ടൂൾസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഈ കപ്പാസിറ്റർ, ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലെക്ചർ നമ്പർ 8 നമ്മൾ ഒരു ബൾബ് കത്തിക്കാനൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഈ കപ്പാസിറ്ററിനെ ഇതിനെ തന്നെ നമുക്ക് ശരിയാക്കാം. ഞാൻ ഇതിൻ്റെ കവറ് കട്ട് ചെയ്ത് ഒഴിവാക്കാണ്. ഇവിടെ ഒരു മെറ്റൽ ബോഡി നിങ്ങൾക്ക് കാണാം. ഞാൻ ഈ കവറിങ് ഇവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കി.
ഈ റബ്ബർ ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കുറേ ചുറ്റുകൾ കാണാൻ പറ്റുന്നുണ്ട്. പേപ്പറാണിത്. പേപ്പർ ഈസ് ആൻ ഇൻസുലേറ്റർ, ഒരു ഡയലക്ട്രിക് മീഡിയ ആണ്. നമുക്ക് പ്ലേറ്റ്, പാരലൽ പ്ലേറ്റ്സ് എവിടെ നോക്കാം. ഈ പേപ്പർ ഞാൻ മെല്ലെ പൊളിച്ചെടുക്കുകയാണ്. ഇതാ നോക്കൂ, ഈ പ്ലേറ്റ് ഇവിടെ ഒരു അലൂമിനിയം അല്ലെങ്കിൽ ഏതൊരു മെറ്റൽ പ്ലേറ്റ് ഉണ്ട്. വളരെ തിന്നായിട്ടുള്ളൊരു മെറ്റൽ പ്ലേറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഞാൻ മെല്ലെ ഇങ്ങനെ ഒരു പ്ലേറ്റ് അത് കഴിഞ്ഞിട്ട് നോക്കൂ, അതിൻ്റെ ഇടയിലൊരു ഡയലക്ട്രിക് മീഡിയം വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു പ്ലേറ്റും കൂടി. നമുക്ക് എത്ര സിമ്പിളാണ് ഒരു കപ്പാസിറ്ററിൻ്റെ ഒരു നിർമ്മാണം, നമ്മൾ പഠിച്ചതുപോലെ തന്നെ. പക്ഷെ എന്തിനായിരിക്കും ഇത് ചുരുട്ടി വെച്ചിരിക്കുന്നതെന്ന് ഗസ് ചെയ്യാമോ? ഇത് എന്തിനായിരിക്കും ഇങ്ങനെ ചുരുട്ടി വെച്ചിരിക്കുന്നത്? നോക്കൂ, അതായത് ഏരിയ നമുക്കറിയാം, ഇക്വേഷൻ C = ε0 A/d ആണ്. അതിൽ ഏരിയ കൂട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാരലൽ പ്ലേറ്റ് ഏരിയ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കപ്പാസിറ്റൻസ് കൂട്ടാൻ പറ്റും. അതുകൊണ്ടാണ് ഈ പ്ലേറ്റ് പാരലൽ ആയിട്ട്, നോക്കൂ, വളരെ നീളത്തിലാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, പാരലൽ ആയിട്ടുള്ള 2 പ്ലേറ്റ്സ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഒരു പ്ലേറ്റ്, ഇത് ഒരു പ്ലേറ്റ്. തൽക്കാലം നമുക്കൊരു വെയിറ്റ് ആയിട്ട് ഇതിവിടെ നിന്നോട്ടെ. അതിനുശേഷം എന്താ കാണുന്നത് നിങ്ങൾ? അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഡയലക്ട്രിക് മീഡിയ ആയിട്ട് വെച്ചിരിക്കുന്നത് നോക്കൂ. പേപ്പർ ഓയിലിൽ ഡിപ്പ് ചെയ്തിട്ട് ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കത് വേർപെടുത്തി നോക്കാം. ഈ ഡയലക്ട്രിക് മീഡിയം അല്ലെങ്കിൽ ഈ പേപ്പർ ഓയിലിൽ മുക്കി, ഈ പേപ്പർ കറക്റ്റ് ഇതിൻ്റെ ഇരട്ടിയാണ് എടുത്തിരിക്കുന്നത്. നോക്കൂ, എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ 2 സൈഡിൽ നിന്ന് ഒരു കണ്ടക്ടറിൻ്റെ ഒരു സൈഡും മറ്റേ സൈഡും കവർ ചെയ്തിട്ട് മറ്റേ കണ്ടക്ടറിൽ വെച്ചിട്ട് ചുരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നോക്കൂ, ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഈ ഒരു കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റിദ്ധരിക്കും ഇതിനകത്ത് എന്തോ ഭയങ്കര ഭീകരമായ എന്തോ സംഭവിക്കുകയാണെന്ന്. ഒന്നുമില്ല. നോക്കൂ, ഫിസിക്സ് ഈസ് വെരി സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ നമുക്ക് തിയറിയിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ ഇതുപോലെ ഒരു കപ്പാസിറ്റർ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലുള്ള അലൂമിനിയം ഫോയിലോ അല്ലെങ്കിൽ നോക്കൂ, നമ്മൾ ഡയറി മിൽക്ക് കഴിച്ചിട്ടുണ്ട് അല്ലേ? ഈ ഡയറി മിൽക്ക് കഴിക്കുമ്പോൾ സിൽക്ക് എന്ന ആ ഒരു വലിയ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടും. ഇത് ശരിക്കും എന്താണ് നോക്കൂ, ഇത് നല്ല ഒരു മെറ്റൽ ഷീറ്റാണ്, അലൂമിനിയം ഫോയിൽ തന്നെയാണ് ഇത്. അപ്പോൾ ഇത് ഉപയോഗിച്ചും നമുക്ക് എന്ത് ചെയ്യാം, ഒരു കപ്പാസിറ്റർ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കപ്പാസിറ്റർ ഉണ്ടാക്കിയിട്ട് അത് ഒന്ന് ചെക്ക്, LED ഉപയോഗിച്ച് അതുപോലെ ബാറ്ററി ഉപയോഗിച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് സക്സസ് ആവുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഒരു കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യണം, സ്വന്തമായിട്ട് ഒരു കപ്പാസിറ്റർ ഉണ്ടാക്കുക. എന്നിട്ട് ഒരു LED അതുപോലെ ഒരു ബാറ്ററി ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്തിട്ട് LED കത്തുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, സക്സസ് ആയവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്ന് മനസ്സിലുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിക്കുക. എന്നിട്ട് പോസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. എന്നിട്ട് സ്വയം ശ്രമിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ മാത്രം വീഡിയോ ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഒരു കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ട്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് എയർ ഫില്ല് ചെയ്തപ്പോൾ, അതായത് വാക്കം, എയർ ഫില്ല് ചെയ്താലും വാക്കം എന്ന് പറഞ്ഞാലും ഏകദേശം ഒരുപോലെയാണ്, അപ്രോക്സിമേറ്റ്ലി. അതിൻ്റെ കപ്പാസിറ്റൻസ് 8 മൈക്രോ ഫാരഡ് ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഇടയിലേക്ക് ഒരു ഡയലക്ട്രിക് സ്ലാബ് ഇൻസേർട്ട് ചെയ്യണം. അതിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 6. ചോദ്യം ഇതാണ്, ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് കുറച്ച് ഈ ഡയലക്ട്രിക് സ്ലാബ് അല്ലെങ്കിൽ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് 6 ഉള്ള ഡയലക്ട്രിക് സ്ലാബ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ
നേരത്തെ 8 മൈക്രോ ഫാരഡ് ഉണ്ടായിരുന്ന കപ്പാസിറ്റൻസിന് എന്ത് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം 8 മൈക്രോ ഫാരഡ് എന്ത് തന്നെയാണ് ε0 A/d ആണ്. എന്ത് അതാണല്ലോ സി, അതാണ് 8 മൈക്രോ ഫാരഡ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. എന്നാൽ പുതിയ കപ്പാസിറ്റൻസ് ആണ് നമ്മളോട് ചോദിച്ചത്. എപ്പോൾ ε0 A/d ഇതാണ് എയർ ഫില്ല് ചെയ്തപ്പോൾ ഉള്ളത് ഇൻറ്റു എന്താണ് K ടൈംസ് അല്ലേ. നമ്മൾ ഡയലക്ട്രിക് സ്ലാബ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കപ്പാസിറ്റൻസ് പഴയ ഉള്ളതിൻ്റെ K ടൈംസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കാൻ നോക്കാം. ε0ക്ക് മാറ്റമൊന്നുമില്ല. അതുപോലെ ഏരിയ, പ്ലേറ്റ് ഏരിയ ഒന്നും വരുത്തുന്നതായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അതുപോലെ K നമുക്കറിയാം 6 ആണ് ബൈ ഇത് പകുതിയാക്കണം. D എന്നുള്ളതിന് പകരം അതിൻ്റെ ഡിസ്റ്റൻസ് പകുതിയാക്കുമ്പോൾ Dക്ക് പകരം D/2 കൊടുക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടും ε0 A/dക്ക് മാറ്റമൊന്നുമില്ല. പകരം ഈ 2 മുകളിൽ പോവും. 6 ഓൾറെഡി അവിടെയുണ്ട്. 2 × 6 എത്രയാണ്? 12 ആണ്. ഓക്കെ, അപ്പോൾ നോക്കൂ ε0 A/d എന്ത് തന്നെയാണ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 8 മൈക്രോ ഫാരഡ് ആണ്. 8 മൈക്രോ ഫാരഡിന് പകരം നമുക്ക് മൈക്രോക്ക് പകരം 10⁻⁻6 × 12. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടുക? പുതിയ കപ്പാസിറ്റൻസ് C' = 96 മൈക്രോ ഫാരഡ് എന്ന് കിട്ടും. അല്ലെങ്കിൽ 96 × 10⁻⁻6 ഫാരഡ്. ഇതാണ് ആൻസർ. ഇനി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോംവർക്ക് എഴുതിയെടുത്തോളൂ. ഹിൻഡ് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. കപ്പാസിറ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ചാർജ് കാണാനുള്ള ഇക്വേഷൻ Q = CV. ആൻസർ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇത് കിട്ടുന്നുണ്ടോ നോക്കാം. ഇന്ന് നമുക്ക് ക്ലാസ് ഇവിടെ നിർത്താം. അടുത്ത വീഡിയോയിൽ കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ടും അതുപോലെ പാരലൽ ആയിട്ടും കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് പഠിക്കാം.